ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് NE555 IC വെച്ചിട്ടുള്ളൊരു കോളിംഗ് ബെൽ സർക്യൂട്ടാണ്. ഇതിൻ്റെ പ്രധാന പാർട്ട് എന്ന് പറയുന്നത് NE555 ടൈമർ IC ആണ്. ഇതൊരു 8-pin IC ആണ്. ഇതോടൊപ്പം നമുക്ക് വേണ്ടത് 100 മൈക്രോഫാരഡ്സിൻ്റെ ഒരു കപ്പാസിറ്റർ, 10 മൈക്രോഫാരഡ്സിൻ്റെ ഒരു കപ്പാസിറ്റർ, 0.01 മൈക്രോഫാരഡ്സിൻ്റെ 3 സെറാമിക് കപ്പാസിറ്റേഴ്സ്, ഒരു മൈക്രോ സ്വിച്ച്, $47 കിലോ ഓംസിൻ്റെ 4 റെസിസ്റ്റേഴ്സ്, 4148 സ്വിച്ചിങ് ഡയോഡ്സ് 2 എണ്ണം, ഒരു ചെറിയ സ്പീക്കർ, പിന്നെ കേബിൾസ് കണക്ട് ചെയ്യുന്നതിനാവശ്യമായ കണക്റ്റേഴ്സ്. ഇത് നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ സോൾഡർ ചെയ്യാം കേബിൾ, ഇല്ലെങ്കിൽ ഇതുപോലത്തെ കണക്റ്റേഴ്സ് ഉപയോഗിക്കാം. പിന്നെ ആവശ്യമായ കേബിൾസ്. പിന്നെ ഇതാണ് നമ്മൾ അസംബിൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന PCB. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു PCB ആണ്. അടുത്തതായി നമുക്ക് എങ്ങനെയാണ് ഇത് കമ്പോണൻസ് PCBയിൽ സോൾഡർ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അസംബ്ലിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് NE999 ഞാൻ ബോർഡിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ചെറിയ കട്ടിങ്. ഇതാണ്, ഇവിടെ നിന്നാണ് ഇതിൻ്റെ പിൻ 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ഈ സ്മോൾ കട്ടിങ് PCBയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കറക്റ്റായിട്ട് ലെഗ്സ് ഒന്നും മാറിപ്പോവാതെ കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് സ്വിച്ചിങ് ഡയോഡ്സ് ഇൻസെർട്ട് ചെയ്യാം. അതിൽ ഈ ബ്ലാക്ക് മാർക്കിൽ കാണുന്നതാണ് ഇതിൻ്റെ കാഥോഡ് റിംഗ്. അപ്പോൾ അത് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ കാഥോഡ് റിംഗ് മാർക്കിങ്ങിലേക്ക് വരുന്ന രീതിയിൽ കണക്ട് ചെയ്യുക. സെക്കൻഡ് ഡയോഡ് നമുക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇതൊന്നുകൂടി കറക്റ്റായിട്ട് മടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്തതായി നമുക്ക് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ, അതിൻ്റെ പോസിറ്റീവ് ലീഡും നെഗറ്റീവ് ലീഡും തെറ്റാതെ കറക്റ്റായിട്ട് ഇൻസെർട്ട് ചെയ്യാം. അതിനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് PCBയിൽ. പോസിറ്റീവ് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്തേക്ക് പോസിറ്റീവും, നെഗറ്റീവ് എന്ന് മാർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ പോസിറ്റീവ് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഇതിൻ്റെ പോസിറ്റീവ് ലീഡ് കൊടുക്കുക. ഹൺഡ്രഡ് മൈക്രോഫാരഡ് എന്ന് മാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് 100 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്റർ കൊടുക്കുന്നു. അടുത്തതായി നമുക്ക് 10 മൈക്രോഫാരഡ്സിൻ്റെ കപ്പാസിറ്റർ ഇൻസെർട്ട് ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ പോസിറ്റീവ് ലീഡ്, അതായത് കപ്പാസിറ്ററിൽ നെഗറ്റീവ് ലീഡ് മാർക്ക് ചെയ്തിട്ടുകൊണ്ട് പോസിറ്റീവ് ലീഡിന് ലെങ്ത്ത് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് റെസിസ്റ്റർ ഇൻസെർട്ട് ചെയ്യാം. ഇത് 47Kയുടെ റെസിസ്റ്ററാണ്. ഇതിന് നമുക്ക് ഡയറക്ഷൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്ത് കറക്റ്റായിട്ട് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുക. ടോട്ടൽ 4 റെസിസ്റ്റേഴ്സാണുള്ളത്. അപ്പോൾ 4 റെസിസ്റ്റേഴ്സും അതുപോലെ തന്നെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന സ്പേസിൽ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുക.
ഓക്കെ, റെസിസ്റ്റേഴ്സ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്തായിട്ട് നമുക്ക് സെറാമിക് കപ്പാസിറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്യാം. ഇതിനും ഡയറക്ഷൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയൊന്നുമില്ല. കപ്പാസിറ്റർ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്ത് കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യുക എന്ന് മാത്രം. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് കപ്പാസിറ്ററും നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് അടുത്തതായിട്ട് മൈക്രോ സ്വിച്ച്. ഓക്കെ, ഇനി ഇത്രയും കമ്പോണൻസ് നമുക്കൊന്ന് സോൾഡർ ചെയ്ത് നോക്കാം. IC സോൾഡർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം. അധിക നേരം ഹീറ്റ് കൊടുക്കരുത്, IC ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിവതും പെട്ടെന്ന് തന്നെ അയൺ അധിക നേരം ICയിൽ മുട്ടിച്ച് വയ്ക്കാതെ സോൾഡർ ചെയ്യുക. ഡയോഡും അതുപോലെ തന്നെ അധികം ഹീറ്റാവാതെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഡാമേജ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി എക്സ്ട്രാ ലീഡ്സൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം സോൾഡർ ചെയ്യാനുള്ള സൗകര്യത്തിനായിട്ട്. ഓക്കെ, ബാക്കിയുള്ള ലീഡ്സ് കൂടി നമുക്ക് സോൾഡർ ചെയ്യാം. ലീഡ് കട്ടർ യൂസ് ചെയ്യുമ്പോൾ സേഫ്റ്റി ഗോഗിൾസ് മസ്റ്റായിട്ടും യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ലീഡ് തെറിക്കാനുള്ള സാധ്യതയുണ്ട്.
ഇനി സ്വിച്ച് കൂടി സോൾഡറിങ് കംപ്ലീറ്റ് ആക്കാം. സ്വിച്ചും അധികം ഹീറ്റ് ആവാതെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ സ്വിച്ചും ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അത്രയും സോൾഡറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സ്പീക്കറിൻ്റെ ലീഡ് ഇതിലേക്കൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ പവർ കണക്ഷൻ കൊടുക്കാനുള്ള പിന്നുകൂടി ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ പാർട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ കംപ്ലീറ്റഡ് PCB. റെസിസ്റ്റർ കറക്റ്റായിട്ട് ഒന്നുകൂടി ഒന്ന് റെസിസ്റ്റർ കറക്റ്റായിട്ട് മടക്കുകയാണെങ്കിൽ ഹോളിലേക്ക് കറക്റ്റായിട്ട് ഇറങ്ങിയിരുന്നോളും. ഇതൊരല്പം വേരിയേഷൻ വന്നു, അതുകൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടായത്. ഓക്കെ, ഇങ്ങനെ നമ്മുടെ സോൾഡറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി പവർ സപ്ലൈ കേബിളും സ്പീക്കർ കൂടി അറ്റാച്ച് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി സ്പീക്കറിലേക്ക് വയറൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്പീക്കറും വളരെ പെട്ടെന്ന് തന്നെ സോൾഡർ ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ ലീഡ് കട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്, സോൾഡറിങ്ങിൽ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കേബിൾ സ്പീക്കറിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതിനായിട്ട് പോസിറ്റീവ് വൈറ്റും നെഗറ്റീവ് ബ്ലാക്കുമാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പവറിലും ഗ്രൗണ്ടിലേക്ക് ബ്ലാക്ക് വയറും VCC വൈറ്റ് കളർ കേബിളുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പവർ സപ്ലൈ ഒന്ന് കൊടുത്ത് ഓണാക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ സർക്യൂട്ടിലേക്ക് ആവശ്യമായ പവർ സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട്. 5 വോൾട്ടാണ് ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമുക്കിനി മൈക്രോ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ സർക്യൂട്ട് വർക്കായിട്ടുണ്ട്. വലിയ ലൗഡായിട്ടുള്ള ഒരു കോളിംഗ് ബെല്ലൊന്നും അല്ലെങ്കിലും ഒരു ഹോബി പർപ്പസിന് ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.